നമസ്കാരം. നമ്മളൊരു പ്രശ്നത്തിലകപ്പെട്ടാൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്? നമ്മൾ പലപ്പോഴും മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി തീരുമാനങ്ങൾ എടുക്കാറില്ലേ? നമുക്ക് എങ്ങനെയായിരിക്കും ആ ഒരു കഴിവ് കിട്ടിയത്? നമ്മൾ എങ്ങനെയാണ് ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കും അപ്പോൾ പ്രവർത്തിക്കുന്നത്? നമുക്ക് ആ വക വിഷയങ്ങളുടെ ഉള്ളിലേക്കൊന്ന് കടന്ന് ചിന്തിച്ച് നോക്കാം. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു കുരങ്ങനെ സങ്കല്പിക്കുക. ആ കുരങ്ങൻ ഒരു മരത്തിൽ കുറച്ച് പഴങ്ങൾ കിടക്കുന്നത് കാണുന്നു. ആ മരത്തിന് കുറച്ച് സമീപത്തായി മറ്റൊരു സിംഹത്തെയും കാണുന്നു. അപ്പോൾ ആ കുരങ്ങൻ്റെ മനസ്സിലൂടെ എന്തൊക്കെ ചിന്തകളായിരിക്കാൻ പോകുന്നത്? കുരങ്ങന് ആ പഴമെടുത്ത് കഴിക്കാനുള്ള ആഗ്രഹം തോന്നും. അതുപോലെ തന്നെ അപ്പുറത്ത് കാണുന്ന സിംഹത്തിനെ ഭയത്തോടെ തന്നെയായിരിക്കും നോക്കുന്നത്. ആ സിംഹം തന്നെ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടിയും ഉണ്ടാവും. ഈ രണ്ട് കാര്യത്തിൻ്റെ ഇടയിൽ നിന്ന് വേണം ഈ ഒരു കുരങ്ങൻ ഒരു തീരുമാനമെടുക്കാനായിട്ട്. നമുക്ക് ആ സമയത്തെ കുരങ്ങൻ്റെ മനസ്സിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. കുരങ്ങൻ്റെ മുന്നിൽ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ വളരെ റിസ്ക് എടുത്ത് പോയി ആ പഴം കഴിക്കുക, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് സിംഹം ഇയാളെ പിടിച്ച് കൊല്ലാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് സാധ്യതകളാണ് കുരങ്ങൻ്റെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ കുരങ്ങിന് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയുമോ? ഇല്ല, അങ്ങനെ പെട്ടെന്നൊരു തീരുമാനമൊന്നും കുരങ്ങന് എടുക്കാൻ കഴിയില്ല. ആ കുരങ്ങൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു പോകാം. ആ കുരങ്ങൻ പഴങ്ങളിലോട്ടും നോക്കാം, അതേസമയം സിംഹത്തിലേക്കും നോക്കാം. എന്നിട്ട് ചിന്തിക്കാം, എത്ര ദൂരെയാണ് ആ പഴങ്ങളുള്ളത്? സിംഹം കുരങ്ങനിൽ നിന്ന് എത്ര ദൂരെയാണ്? സിംഹം വിശന്നിരിക്കുകയാണോ അതോ വിശപ്പ് മാറിയിരിക്കുകയാണോ? സിംഹം ഉറങ്ങുകയാണോ അതോ ഉണർന്നിരിക്കുകയാണോ? തനിക്ക് എത്ര വേഗത്തിൽ ഓടാൻ കഴിയും? ആ സിംഹത്തിന് എത്ര വേഗത്തിൽ ഓടാൻ കഴിയും? അതുപോലെ തന്നെ മരത്തിലെ പഴങ്ങൾ വലുതാണോ അതോ ചെറുതാണോ? അത് പഴുത്തതാണോ അത് പച്ചയാണോ? അതിൻ്റെ അകത്ത് എത്ര പഴങ്ങൾ അവിടെ ഉണ്ട്? ഇങ്ങനെയുള്ള 1000 ചോദ്യങ്ങൾക്ക് കുരങ്ങൻ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മറുപടി കണ്ടെത്തണം. അതുപോലെ തന്നെ കുരങ്ങന് സ്വന്തം ശരീരത്തെക്കുറിച്ച് ഒരു ബോധ്യം വേണം. താൻ വിശന്നിരിക്കുകയാണോ? തനിക്ക് ആ പഴം എന്ത് വില കൊടുത്തും നേടേണ്ട ഒരു അവസ്ഥയിലാണോ? അതോ താൻ കുറച്ച് മുമ്പ് ഭക്ഷണം കഴിച്ച വിശപ്പെല്ലാം മാറിയിട്ടിരിക്കുകയാണോ? അപ്പോൾ വെറുതെ സാഹസത്തിന് മുതിർന്ന് ആ സിംഹത്തിൻ്റെ വായിൽ പോയി അകപ്പെടേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കുരങ്ങൻ്റെ മനസ്സിൽ ആ സമയത്ത് വിരിയുകയും അതിനുള്ള ഉത്തരങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്യും. നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ അൽഗോരിതം എന്ന് പറയാം. നമുക്കറിയാം, ഇന്നത്തെ ടെക്നോളജി എല്ലാം വർക്ക് ചെയ്യുന്നത് പലതരത്തിലുള്ള അൽഗോരിതങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ ഒരു അൽഗോരിതം നമ്മുടെ എല്ലാം മനസ്സിൽ നമ്മൾ അറിയാതെ കണക്കൂട്ടലുകൾ നടത്തുന്നുണ്ട്. അത് പേനയും പെൻസിലും കാൽക്കുലേറ്ററും ഒന്നും എടുത്തിട്ടല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ പല ഉത്തരങ്ങളും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കണ്ടെത്തുന്നത് ഇതുപോലെയുള്ള 1000 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയിട്ടാണ്. നമ്മൾ തന്നെ നമ്മുടെ മനസ്സ് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ന കാര്യം തിരിച്ചറിയാനുള്ള സാധ്യതയില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഈ വക ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തി നമുക്കൊരു തീരുമാനമെടുക്കാനായിട്ട് നമ്മുടെ മനസ്സ് നമ്മുടെ പ്രാപ്തിയാക്കിയെടുക്കും. ഇവിടെ കുരങ്ങൻ്റെ എക്സാമ്പിളിലോട്ട് തന്നെ നമുക്ക് തിരിച്ചു വരാം. കുരങ്ങൻ അവിടെ എന്തൊരു തീരുമാനമായിരിക്കും എടുക്കുക? ഉചിതമായൊരു തീരുമാനമെടുത്താൽ മാത്രമാണ് കുരങ്ങനെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. അല്പം സാഹസികനായ ഒരു കുരങ്ങനാണെങ്കിൽ പഴമെടുക്കാൻ ശ്രമിക്കുകയും സിംഹത്തിൻ്റെ ആക്രമണത്തിൽ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പേടിയുള്ളൊരു കുരങ്ങനാണെങ്കിൽ പഴമെടുക്കാൻ കഴിയാതെ വിശന്ന് ചിലപ്പോൾ അത് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ഉചിതമായൊരു തീരുമാനം എടുത്ത കുരങ്ങിന് മാത്രമേ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. മറ്റു കുരങ്ങൻ്റെ ജീനുകളൊന്നും അടുത്ത തലമുറയിലോട്ട് പകർന്നു കിട്ടുകയില്ല. ബുദ്ധിപൂർവം വിവേകപൂർവം തീരുമാനങ്ങളെടുത്ത അൽഗോരിതങ്ങളുള്ള കുരങ്ങന്മാർക്ക് മാത്രമാണ് ഈ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിയുകയുള്ളൂ. അതായത് അതിന് കുട്ടികളുണ്ടാവുകയും ആ ജീനുകൾ പാസ്സായി വരികയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നവർക്ക് മാത്രമാണ് ആ കഴിവ് ലഭിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കിങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിയുമ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നമുക്കത് നമ്മുടെ തലമുറകളായി നമുക്ക് കൈമാറി വരുന്നതാണ്. ഇതുപോലത്തുള്ള 1000 പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് വന്ന ജീനുകൾ മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അത് പല രീതിയിലുള്ള ടെസ്റ്റുകൾ പാസ്സായ വളരെ എഫിഷ്യൻ്റായ ഒരു അൽഗോരിതമാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ കഥയും ഈ ഉദാഹരണവും ഒക്കെ പറഞ്ഞത്. നമ്മുടെ തീരുമാനങ്ങളെ നമുക്ക് ധൈര്യമായി തന്നെ വിശ്വസിക്കാം. കാരണം അത്
ശരിയല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. നമ്മൾ ഇതുപോലെ പല അക്രമങ്ങളിലും പല അപകടങ്ങളിലും പെട്ട് നമ്മുടെ പൂർവികരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ തീരുമാനങ്ങൾ ശരിയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ തീരുമാനങ്ങളെ ധൈര്യമായി വിശ്വസിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യാം. അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.